ദേ ദേ പ്യാർ ദേ ടു ഈ ഒരു യൂണിവേഴ്സ്, അതായത് ഫസ്റ്റ് പാർട്ട് ഇറങ്ങി 2019 ഇറങ്ങിയത്. 50 വയസ്സുള്ള അജയ് ദേവ്ഗണിന്റെ ക്യാരക്ടറിനെ പ്രേമിക്കുന്ന ഐഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ അൺകൺവെൻഷണൽ ലവിനെ കുറിച്ച് സംസാരിച്ച് ഒരു കോമഡി, ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി മൂവി. അതിൻ്റെ കൂടെ തന്നെ റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു മൂവിയായിരുന്നു ദേ ദേ പ്യാർ ദേ. അത്യാവശ്യം എനിക്ക് വർക്കൗട്ട് ആയ ഒരു മൂവിയാണ്. അതിന്റെ സെക്കൻഡ് പാർട്ട് 6 വർഷങ്ങൾക്ക് ശേഷമാണ് റിലീസായിരിക്കുന്നത്. ഇവിടെയും അജയ് ദേവ്ഗൺ, രഘുൽ പ്രീത് അവരെക്കാളും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഈ ഒരു ഫസ്റ്റ് പാർട്ടിലുള്ള പോലെ തന്നെ തബുവിന്റെ ക്യാരക്ടറായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ലീഡ് ചെയ്തത്. കാരണം ഈ ഒരു ആശിഷ് എന്ന് പറയുന്ന അജയ് ദേവ്ഗണിന്റെ ക്യാരക്ടറും ഐഷ എന്ന് പറയുന്ന ഈ ഒരു പ്രീതിന്റെ ക്യാരക്ടറും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണ്. അജയ് ദേവ്ഗൺ ഡൈവേഴ്സ്ഡ് ആണ്. സോ അജയ് ദേവ്ഗണിന്റെ എക്സ് വൈഫായിരുന്നു ഈ ഒരു തബുവിന്റെ ക്യാരക്ടർ. സോ അവരുടെ വീട്ടിൽ പോയി എങ്ങനെ അവതരിപ്പിക്കും, അതൊക്കെയായിരുന്നു ഇന്റർവെൽ കഴിഞ്ഞിട്ടുള്ള പോർഷൻസിൽ വന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന സംഭവങ്ങളാണ്, അതിലുണ്ടാവുന്ന കോമഡി, അതിലുണ്ടാവുന്ന കാര്യങ്ങൾ, സോ ഒരു റിലേഷൻഷിപ്പിന്റെ ഇമ്പോർട്ടൻസ്, അതൊക്കെ പറഞ്ഞ ഒരു കോമഡി പ്ലസ് കുറേ സംഭവങ്ങളുള്ള ഒരു മൂവിയായിരുന്നു ദേ ദേ പ്യാർ ദേയുടെ ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ടിൽ വരുമ്പോൾ തബുവിന് പകരം ലീഡ് ചെയ്യുന്നത് ആർ മാധവനാണ് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ്. മാധവന്റെ പെർഫോമൻസുമാണ് ഈ ഒരു സിനിമയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ട് തോന്നിയത്. കാരണം ആ ഒരു ലേയേഴ്സ് ഉള്ള ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടർ അനിൽ കപൂറാണ് ചെയ്യാനിരുന്നത്. പക്ഷെ മാധവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ വേറെ ആര് ചെയ്താലും അത്രയും വർക്കൗട്ട് ആവുമോ എന്ന് തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലും ആ ഒരു പെർഫോം ചെയ്യാനുള്ളത് മാധവനാണ്. പിന്നെയുള്ളത് രഘുൽ പ്രീതിന്റെ ക്യാരക്ടറാണ്. ഫസ്റ്റ് പാർട്ടിലാണെങ്കിലും സെക്കൻഡ് പാർട്ടിലാണെങ്കിലും അജയ് ദേവ്ഗണ്ണാണ് ഈ ഒരു സിനിമയുടെ ഹീറോ എങ്കിലും അദ്ദേഹത്തിന് കാര്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു 2 പാർട്ടിലും ഇല്ല. സോ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ റോളാണ് ഈ ഒരു മൂവിയിൽ. ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആശിഷിന്റെ ക്യാരക്ടറും ആ ഒരു സബ്റ്റൽ സംഭവങ്ങളൊക്കെ പിടിച്ച് തന്നെ ഇവിടെയും ചെയ്തിട്ടുണ്ട്. സോ അതിനോട് തന്നെ ജാവദ് ജഫ്രി ഒക്കെ വരുന്നുണ്ട്. ഫസ്റ്റ് പാർട്ടിലും ഉണ്ടായിരുന്നു ജാവദ് ജഫ്രി അജയ് ദേവ്ഗൺ കോംബോയിൽ ഉണ്ടാവുന്ന ഫസ്റ്റ് പാർട്ടിലുള്ള കോമഡിയും സംഭവങ്ങളൊക്കെ ഇവിടെയും വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പിന്നെ ചിലയിടങ്ങളിൽ, അതായത് ഒരു ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ കുറച്ച് സമയങ്ങളിലൊക്കെ ഈ ഒരു മൂവി കുറച്ച് ഡ്രാമാറ്റിക് ആവുന്നുണ്ട്, ഐ മീൻ സെക്കൻഡ് ഹാഫിൽ കൂടുതലും. പക്ഷെ പിന്നെ അങ്ങോട്ട് ഒരു നല്ല ഫൈനൽ ആക്ട് ഈ ഒരു മൂവിയെ രക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രത്യേകതയാണ്. സോ ഒരു മൂവിയിൽ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ്, അതായത് ഈ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ് സെക്കൻഡ് പാർട്ടിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ എൻഡിങ് തന്നെ ഈ ഒരു സിനിമയുടെ അവരെങ്ങനെയാണ് ഐഷയുടെ വീട്ടിൽ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത്, അങ്ങനെ രഘുൽ പ്രീത് സിംഗിന്റെ വീട്ടിൽ പോയി എങ്ങനെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ എൻ്റെ പ്ലോട്ട്. അതിൽ മാധവൻ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, പ്രോഗ്രസീവ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ഇതിൽ റിയാക്ട് ചെയ്യുന്നത്, അച്ഛനും അമ്മയും എങ്ങനെയായിരിക്കും ഐഷയുടെ റിയാക്ട് ചെയ്യുന്നത്, അതിലുണ്ടാവുന്ന കോമഡിയും അതിലുണ്ടാവുന്ന കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു മൂവി പറയുന്നത്. സോ ഫസ്റ്റ് പാർട്ടിനെ സംബന്ധിച്ച് അത്രയും ചിരിക്കാനുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു മൂവിയിൽ. പക്ഷെ എന്നാലും ചിരിക്കാനുള്ള ഹ്യൂമേഴ്സ് സംഭവങ്ങളൊക്കെ വർക്കൗട്ട് ആയ ഒരു മൂവി തന്നെയാണ് ദേ ദേ പ്യാർ ദേ ടു. അതിൻ്റെ കൂടെ തന്നെ അജയ് ദേവ്ഗൺ മൂവീസിന്റെ റെഫറൻസും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുടെ റെഫറൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് ദേ ദേ പ്യാർ ദേ ടു. സോ ഈ ഒരു ക്യാരക്ടർ, മാധവന്റെ ക്യാരക്ടറും ആ ഒരു രഘുൽ പ്രീത് സിംഗിന്റെ ക്യാരക്ടറും അവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടറിനാണ് ഇതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ്. സോ അങ്ങനെ എങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ആ ഒരു ബോണ്ട്, ആ ഒരു സംഭവങ്ങൾ, അതെങ്ങനെയാണ് ഈ ഒരു ഐഷ ഈ ഒരു ആശിഷിന്റെ കാര്യം വീട്ടിൽ പോയി അവതരിപ്പിക്കുന്നത്, അതിലുണ്ടാകുന്ന കോമഡീസും കാര്യങ്ങളൊക്കെ തന്നെയാണ് എവിടെയും സിനിമ ഡിസ്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ പോകുന്ന ഒരു മൂവിയാണ് ദേ ദേ പ്യാർ ദേ ടു. അത്യാവശ്യം വർക്കൗട്ടായ ഒരു മൂവിയാണ്. ഒരു നല്ല ഫൈനൽ ആക്ട് ആണ് ഈ ഒരു മൂവിയുടെ മെയിൻ സേവിങ് ഗ്രേസ് എന്ന് പറയുന്നത്. സോ അങ്ങനെ പാർട്ടിനെ വില കളയാത്ത ഒരു സെക്കൻഡ് പാർട്ടാണ്. ഒരു എബോവ് ആവറേജ് എക്സ്പീരിയൻസ് തന്നെ നൽകുന്നുണ്ട് ഈ ഒരു ജേണലിനെ സംബന്ധിച്ച്. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.